ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വ്യക്തിക്ക് അവരുടെ ആക്ടിവിറ്റി ലെവലിന് അനുസരിച്ച് എത്ര പ്രോട്ടീൻ, എത്ര കാർബോഹൈഡ്രേറ്റ്സ്, എത്ര ഫാറ്റ്സ്, ഇത് എത്ര അവരെടുക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരാൾ എന്തിന് പ്രോട്ടീൻ കഴിക്കണം, എന്തിന് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, എന്തിന് ഫാറ്റ് കഴിക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഇവരെ ഈ മൂന്നെണ്ണത്തിനും വിളിക്കുന്നതാണ്, നമ്മൾ ഗ്രൂപ്പായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് മാക്രോ ന്യൂട്രിയൻസ്. സോ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഓരോ വ്യക്തി എത്ര പ്രോട്ടീൻ, എത്ര കാർബ്സ്, എത്ര ഫാറ്റ്സ് കഴിക്കണം എന്നതിന് നമ്മൾ മാക്രോ സെറ്റപ്പ് എന്നത് പറയും. അപ്പോൾ ഇന്നത്തെ ആ മാക്രോ സെറ്റപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദി ആക്ടിവിറ്റി ലെവൽ ഓഫ് ദി ഇൻഡിവിജ്വൽ, ആളുടെ ആക്ടിവിറ്റി ലെവലിന് അനുസരിച്ച് ഒരാൾ എത്ര പ്രോട്ടീൻ, കാർബൺ, ഫാറ്റ് കഴിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര പ്രോട്ടീൻ വേണം, എത്ര കാർബ്സ് വേണം, എത്ര ഫാറ്റ്സ് വേണം എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വെയിറ്റ് ഗെയിനിങ് ഫേസിലേക്ക് പോകാനാണോ അതോ ഫാറ്റ് ലോസിലേക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നത് ആദ്യം ഡിസൈഡ് ചെയ്യുക. വെയിറ്റ് ഗെയിനിങ് കളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒരു കലോറിക് സർപ്ലസ് ആവണം. ഫാറ്റ് ലോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു കലോറിക് ഡെഫിസിറ്റ് ആണ്. എന്താണ് ഡെഫിസിറ്റ്, എന്താണ് സർപ്ലസ്, എന്താണ് മെയിൻ്റനൻസ് കാലറീസ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അധികം ആക്ടിവിറ്റി ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ പോകുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അതും ഉള്ള ജോലി നിങ്ങളുടെ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ജോലിയാണെങ്കിൽ, അധികം നടക്കാനോ അധികം എന്തെങ്കിലും ലോഡ് എടുക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഇല്ലാത്തൊരു ജോലിയാണ് മോസ്റ്റ്ലി ഒരു ഡെസ്ക് ജോബ്, ലൈക്ക് ആർക്കിടെക്ട്സ് ഓർ ഡ്രാഫ്റ്റ്സ്മെൻ ഓർ IT ജോബ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോലി ഉള്ളവരാണെങ്കിൽ അവരെ ലൈഫ് സ്റ്റൈലിന് മോസ്റ്റ്ലി നമ്മൾ സെഡൻറ്ററി തന്നെയാണ് പറയാം. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിൽ അധികം മൂവ്മെന്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീനെ കൊണ്ട് നമ്മുടെ ബോഡിക്ക് പല ആവശ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എന്തായാലും ഏത് വ്യക്തിയാണെങ്കിലും എടുത്തേ പറ്റൂ. സോ അങ്ങനെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് എടുക്കേണ്ട പ്രോട്ടീൻ്റെ ഇൻടേക്ക് 0.8 grams per kilogram of body weight. 0.8 grams per kilogram of body weight ആണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. ഇനി ഒരു കുഴപ്പമില്ലാത്ത ആക്ടിവിറ്റി ലെവലുള്ള ഒരാളാണ്, ദിവസേന ഒരു എക്സസൈസ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് അല്ലാണ്ട് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി. ഇനി മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ ദിവസവും പുഷപ്സും പുള്ളപ്സും ചെയ്യുന്നു, വല്ലാണ്ട് ഓവർ നിങ്ങളുടെ ബോഡിനെ സ്ട്രെയിൻ ചെയ്യുന്നില്ല, ബട്ട് യു വോണ്ട് ടു ബി ഫിറ്റ്, യു വോണ്ട് ടു സ്റ്റേ ഫിറ്റ്, ദാറ്റ്സ് ഓൾ. ഭയങ്കരമായിട്ട് മസിൽ ഹൈപ്പോട്രഫി, മസിൽ മാസ് കൂട്ടാൻ ശ്രമിക്കാണ്ട് ഫിറ്റായി എടുക്കുക, ഇൻ ദ സെൻസ് ബോഡി ഫിറ്റായി എടുക്കുക. ലൈക്ക് പുഷപ്സ് ചെയ്യുക, പുള്ളപ്സ് ചെയ്യുക, ചെറിയൊരു ജോഗിങ്, നോർമൽ റണ്ണിങ് ഓർ മേ ബി ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, ഇങ്ങനെയൊക്കെ ഒരു ഫിറ്റ്നസ് ലെവൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു 1.2 to 1.7 grams per kilogram of body weight, 1.2 to 1.7 grams per kilogram of body weight ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ. ഇനി അടുത്തതായിട്ട് ഹൈ ഇൻറ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾ, ഹെവി വെയിറ്റ് ട്രെയിനിങ്, പ്രോഗ്രസീവ് ഓവർലോഡിന് നല്ലവണ്ണം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഹൈ ഇൻറ്റൻസ് കാർഡിയോ ലൈക്ക് റണ്ണിങ്, ജോഗിങ്, ഹൈ ഇൻറ്റൻസ് സ്വിമ്മിങ്, അങ്ങനത്തെ ഹൈ ഇൻറ്റൻസ് വർക്ക്ഔട്ട്സ്, കാർഡിയോസ്, പിന്നെ വെയിറ്റ് ട്രെയിനിങ്, പിന്നെ രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പ്രോട്ടീൻ ഇൻടേക്ക് എത്ര പോയാലും കൂടുതൽ വേണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ 2 ഓപ്ഷൻസ് ആണ് ഞാൻ പറയാം. അവരുടെ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ കാര്യം 2 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ 2 grams per kilogram of body weight. That is one option. And second option is 1 gram per pound of body weight. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 2 grams per pound of body weight പറയുമ്പോൾ നിങ്ങൾ 100 കിലോ ഉള്ള ആളെങ്കിൽ അത് ഇൻറ്റു 2 ചെയ്താൽ എത്ര 200 grams കിട്ടും. അത്രയും ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നിങ്ങൾ എടുക്കണം. ഇനി 1 gram per pound of body weight എടുക്കുന്ന ആളാണെങ്കിൽ 100 ഇൻറ്റു 2.2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ kg 100 കിലോനെ 2.2 ചെയ്താൽ നിങ്ങൾക്ക് 220 പൗണ്ട്സ് കിട്ടും. അപ്പോൾ ആ 220 പൗണ്ട്സ് ഉള്ളത് 220 grams ഓഫ് പ്രോട്ടീൻ തന്നെയാണ് കഴിക്കുക. അപ്പോൾ പേഴ്സണലി ഞാൻ 1 gram per pound ഓഫ് ബോഡി വെയിറ്റ് ആണ് സജസ്റ്റ് ചെയ്യുക എൻ്റെ ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സിന്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല കാലറീസ് പോകുന്നത്, നമ്മൾ നടക്കും, അത് കഴിഞ്ഞാൽ ലൈക്ക് ശ്വാസം വലിക്കുമ്പോൾ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ബോഡിയിൽ നിന്ന് എനർജി ബേൺ ആവുന്നുണ്ട്, കാലറീസ് ബേൺ ആവുന്നുണ്ട്. സോ ബ്രീത്തിങ്, വാക്കിംഗ്, സ്റ്റാൻഡിങ്, നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലാണെങ്കിലും കാലറീസ് അവിടെ ബേൺ ആവുന്നുണ്ട്.
അതിനെയാണ് നമ്മൾ തേർമിക് എഫക്റ്റ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കാലറീസ് ഇസ് ബീയിങ് കൺസ്യൂംഡ്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് ഡൈജസ്റ്റ് ചെയ്യാനും കുറേ കാലറീസ് ബേൺ ആവുന്നുണ്ട്. അതിനാണ് നമ്മൾ തേർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 grams per kilogram ഓഫ് ബോഡി വെയിറ്റ് ചെയ്യാം. അത് എല്ലായിടത്തും നിങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് 1 gram per pound ഓഫ് ബോഡി വെയിറ്റ്. കാരണം തേർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്, നേരത്തെ പറഞ്ഞ കാര്യം, തേർമിക് എഫക്റ്റ് ഓഫ് ആക്ടിവിറ്റി, ഈ രണ്ടിനും അക്കൗണ്ട് ചെയ്യുമ്പോൾ എത്ര പോയാലും അതിൻ്റെ കുറച്ച് കാലറീസ് കൂടി ബേൺ ആവും. അപ്പോൾ ആ ബേൺ ആവുന്ന കാലറീസ് പ്രോട്ടീനിൽ നിന്ന് പോവണ്ട, ഉള്ള പ്രോട്ടീൻ മൊത്തം മസിൽ റിക്കവറിക്ക് തന്നെ പൊക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു അലവൻസ് കൂടുതലുണ്ട്. അതായത് ഒരു കുറച്ചുകൂടി എക്സ്ട്രാ കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ, അതായത് 1 gram per pound ഓഫ് ബോഡി വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു അലവൻസ് കിട്ടും, കുറച്ച് കൂടുതൽ പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് എടുക്കുന്നത് റീസൺ പറഞ്ഞാൽ ഈ തേർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് ആൻഡ് തേർമിക് എഫക്റ്റ് ഓഫ് ആക്ടിവിറ്റീനെ അക്കൗണ്ട് ചെയ്യുന്ന കാരണം. സോ മീ ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറയുകയെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ കസ്റ്റമേഴ്സിനും ക്ലയൻസിനും എനിക്ക് പോലും 1 gram per pound ഓഫ് ബോഡി വെയിറ്റ് ആണ് എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക്. ബട്ട് അഗൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, ദാറ്റ് ഇസ് അപ് ടു യു. ഡു വാട്ട് സൂട്ട്സ് യു. നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. സോ അതാണ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. അടുത്തായിട്ട് ഫാറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിലവർക്ക് ചെറിയൊരു പേടിയുണ്ട്. ഫാറ്റ് കൂടിയ ഭക്ഷണം കഴിക്കരുത്, ഫാറ്റുള്ള ഭക്ഷണം കഴിക്കരുത്, കാരണം അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ടോട്ടലി റോങ് ആണ്. നമുക്ക് ഫാറ്റ്സ് വളരെയധികം ആവശ്യമുള്ളൊരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഫാറ്റ് എന്ന ആ ഒരു മാക്രോ ന്യൂട്രിയൻ കൊണ്ട് നമ്മുടെ ബോഡിയിൽ പല ഗുണങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വീഡിയോ പോയി കാണുക. അപ്പോൾ എത്രത്തോണ്ട് ഫാറ്റ് കിട്ടണം എന്ന് കഴിക്കണം, ഇൻടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മെയിൻ്റനൻസിൽ സർപ്ലസ് ആണോ, ഗെയിനിങ് ഫേസിൽ പോകാനാണോ, ഫാറ്റ് ലോസിലാണോ, അത് ഡെഫിസിറ്റിൽ പോകാനാണോ എന്ന് ആദ്യം തീരുമാനിച്ചതിന് ശേഷം, നിങ്ങൾ ഡെഫിസിറ്റ് എടുത്തതിന് ശേഷമുള്ള കാലറീസ് എത്രയാണോ, അല്ലെങ്കിൽ സർപ്ലസ് എടുത്തതിന് ശേഷമുള്ള കാലറീസ് എത്രയാണോ, ഏതാണെങ്കിലും കിട്ടുന്ന ആ നമ്പറിൽ നിന്ന് നിങ്ങൾ 25% എടുക്കുക. അതാണ് നിങ്ങളുടെ ഫാറ്റ് ഇൻടേക്ക് ആവേണ്ടത്. ഒരിക്കലും 20 ആണ് മാക്സിമം. ബട്ട് ഞാൻ 25 പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് 20% താഴേക്ക് പോകരുത്. 20% ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഡേഞ്ചർ സോൺ എന്ന് ഞാൻ പറയും. സോ ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് 25% ആണ് നിങ്ങളുടെ ഫാറ്റ് എടുക്കേണ്ടത്. അതിന് താഴെ പോകരുത്. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, ഉറക്കം കിട്ടുന്നതിന് ഓരോ പ്രശ്നങ്ങളുണ്ടാവും, ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഫാറ്റ് ഉള്ളത് കൊണ്ട് മാത്രം സോളിബിൾ ആവുന്ന വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസിൻ്റെ ഡൈജഷൻ നടക്കില്ല. നിങ്ങൾക്ക് പിന്നെ പല രീതിയിലത്തെ അസുഖങ്ങൾ വരും. ഹെയർ ഇഷ്യൂസ് വരും, നെയിൽസിന് ഇഷ്യൂസ് വരും, സ്കിന്നിന് വരും. അത് ഹോർമോൺ ഇഷ്യൂസ്, നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഇതിൻ്റെയൊക്കെ ഇംബാലൻസ് വരും. സോ നെവർ ഗോ ബിലോ 25%. 25% താഴേക്ക് പോകാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫാറ്റ്സ് കൺസ്യൂം ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഫൈനലി കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് ചിലവർക്ക് നല്ലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സും നേരിട്ട് ഫാറ്റായിട്ടാണ് പോവുക. കാർബോഹൈഡ്രേറ്റ്സ് ഡയറക്റ്റ്ലി ഒരിക്കലും ഫാറ്റായിട്ട് സ്റ്റോർ ആവുന്നില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടതിനേക്കാളും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ളത് ഫാറ്റായി പോവുക. സോ അത് ഫാറ്റായി പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടെയൊക്കെ മസിൽ മാസ് ഉണ്ടോ, നമ്മുടെ മസിൽസിൽ അവിടെ പോയത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ആയതിനു ശേഷമാണ് ഇത് ഫാറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ദ മോർ മസിൽ മാസ് യു ഹാവ്, അതായത് നിങ്ങളുടെ മസിൽ മാസ് കൂടുതൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കാർബ്സ് അത്ര പെട്ടെന്ന് ഫാറ്റ് ആവില്ല. കാരണം എല്ലാ മസിലും പോയിട്ട് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ആയാലേ ബാക്കി വരുന്നത് മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ മസിൽ മാസ് കൂട്ടാൻ നോക്കുക. എങ്ങനെ മസിൽ മാസ് കൂട്ടുക? ട്രെയിനിങ് വൈസ് എങ്ങനെ കൂട്ടുക? പ്രോഗ്രസീവ് ഓവർലോഡ്. പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങളുടെ മസിൽ മാസ് കൂടുമ്പോൾ ഈ ഗ്ലൈക്കോജൻ അവിടെ പോയി സ്റ്റോർ ആവും. അപ്പം നിങ്ങളുടെ മസിലിൻ്റെ സൈസ്, പ്രത്യേകിച്ച് ആമ്പിള്ളേർക്ക്, ടീനേജേഴ്സിനും എന്നെ പോലുള്ളവർക്കും മസിൽ മാസ് കൂടി കാണിക്കാൻ പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ. അത് വെറും പ്രോട്ടീൻ മാത്രമല്ല മസിലിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളത്. മസിൽ പറഞ്ഞാൽ ദർ ഇസ് ലൈക്ക് പ്രോട്ടീൻസ്, എന്തിനാ ഗ്ലൈക്കോജൻ്റെ വാട്ടറും ഉണ്ട്. സോ നല്ലോണം വെള്ളം കുടിക്കണം. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാർബ്സ് നിങ്ങളുടെ എനിമീസ് അല്ല. കാർബ്സ് വളരെ നല്ലതാണ്. നിങ്ങൾ ഒരു ലിമിറ്റിനും വേണ്ടതിനും കൂടുതൽ കാർബ്സ് കഴിക്കുമ്പോൾ മാത്രമേ ഫാറ്റ് ആവുന്നുള്ളൂ. ബാക്കിയൊക്കെ അത് ഗ്ലൈക്കോജനായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മസിൽ കൂടുതൽ വലിപ്പം തോന്നിക്കും. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പ്രോട്ടീൻ എത്ര എടുക്കണം, ഒരാൾ ഫാറ്റ് എത്ര എടുക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എത്രയാണ് റിമൈനിങ് പെർസെൻറ്റേജിൽ, അത് നിങ്ങൾ കാർബ്സ് ആയിട്ട് ധൈര്യമായിട്ട് എടുക്കുക. പ്രോഗ്രസീവ് ഓവർലോഡിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ് ആവാണ്ട് ഗ്ലൈക്കോജൻ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്തിരിക്കും. ബാക്കി എക്സസ് ഉണ്ടെങ്കിൽ ഫാറ്റ് ഉണ്ടാവും, നമുക്ക് കാർഡിയോ ചെയ്തിട്ടോ ഡെഫിസിറ്റ് ആയിട്ടോ ബേൺ ചെയ്ത് കളയും. സോ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്ക് ക്വാണ്ടിറ്റി എത്രയെന്ന് അറിയുന്നത്. സോ ദാറ്റ് വിൽ ബി ഓൾ ഫോർ ടുഡേ. നമ്മൾ ചെറിയ റീക്യാപ്പ് പറയാം. നമ്മുടെ ആക്ടിവിറ്റി ലെവലിൽ ബേസ് ചെയ്തിട്ട് ഒരു വ്യക്തി എത്ര പ്രോട്ടീൻ എടുക്കണമെന്നും പറഞ്ഞു. ദെൻ നോർമലായിട്ട് ഫാറ്റ്സ് എത്ര എടുക്കണമെന്നും കാർബോഹൈഡ്രേറ്റ്സ് എത്രയും ഇൻടേക്ക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിത് ഫോളോ ചെയ്യുമ്പോൾ ഇതൊരു ന്യൂട്രീഷൻ പ്ലാൻ പോലെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ് ഓർ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഓർ വാട്ട് എവർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രസീവ് ഓവർലോഡിനെ ഫേവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അതുകൊണ്ട് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൾഡ് ഏജ് ആകുമ്പോഴും പല ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഓൾവേസ് ഫോക്കസ് ഓൺ പ്രോഗ്രസീവ് ഓവർലോഡ് ആൻഡ് സ്ലീപ്പ് വെൽ, റെസ്റ്റ് വെൽ, റിക്കവറിയും വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ന്യൂട്രീഷനും ഈ പറഞ്ഞ രീതിയിലത്തെ ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് ഓവർലോഡിനെ ഫേവർ ചെയ്യുന്ന വർക്കൗട്ട്സും ആൻഡ് പ്രോപ്പർ റിക്കവറി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടും. സോ that will be all for today. I hope you found this video of mine very useful. നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.